കാണാണ്ടായിട്ട് 7 ദിവസം കഴിഞ്ഞു. ഇത്രയും ദിവസം എന്നാലും ആർക്കും പിടികൊടുക്കാണ്ട് ഒളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ രാഹുലേട്ടായിക്ക് എന്തോരം കഴിവുണ്ടായിട്ട് വേണം. ശരിക്കും രാഹുലേട്ടായി ഒരു കില്ലാടി തന്നെ. കർണാടകയിലെ അനകലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഒളിവിലുള്ളതെന്ന വിവരം 24 പുറത്തുവിട്ടു. ട്രിപ്പ് മോഡ് ഓൺ. രാഹുലേട്ടായി കാലവും ദേശവും വനാന്തരങ്ങളും താണ്ടിയുള്ള യാത്രയിലാണ്. ഇപ്പോ വനപ്രദേശത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഓ മൈ ഗാഡ്, ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളത് അരിക്കൊമ്പന്റെ കാര്യത്തിലാണ്. എന്റെ കോഴികളെ കാണാനില്ല. നീയോ? അതേടാ, ഞാൻ തന്നെ. തല്ലിക്കൊല്ലി നിർത്തല്ലേ. ആരോ വരുന്നു തല്ല് കൊള്ളാതിരിക്കാനാ കരിയിലിട്ട് മൂടി. അപ്പൊ കരിയിലെ മോളിൽ കൂടി അടിക്കടാ. നീ എന്താ ഇവിടെ? പിക്നിക്ക് വന്നതാ. ഒളിവിലാടാ. രാഹുലേട്ടായി ഇപ്പൊ ഏത് സംസ്ഥാനത്ത് ഏത് കാട്ടിലാണോ എന്തോ അവിടെ ഇരുന്ന് 2 റീൽസ് എടുക്ക്. രാഹുലേട്ടായി ഒന്നും കൂടെ വൈറലാവട്ടെ. ഇതിൽ കൂടുതൽ ഇനി എന്തിട്ടാ വൈറലാവാനുള്ളല്ലേ? രാഹുലേട്ടായിയുടെ വാർത്ത ഇപ്പൊ നാഷണൽ മീഡിയ വരെ എടുത്തിട്ട് അലക്കല്ലേ. അങ്ങനെ രാഹുലേട്ടായും പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി. ഏട്ടായിയുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം തന്നെ. മുഖമൊക്കെ പോയില്ലേ? പാർട്ടി സസ്പെൻഡ് മുഖം പോയില്ലേ? ദോഷം പറയരുതല്ലോ. രാഹുലേട്ടായിന്റെ പാർട്ടിക്ക് അകത്തും പുറത്തും ഇപ്പൊ നല്ല വലിയ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വാ മകനെ, മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി നമ്മളെല്ലാരും വിളിച്ച് കാത്തിരിക്കാൻ തുടങ്ങുന്നു. ഇങ്ങോട്ട് വന്നിട്ട് 2 മാസം പ്രസംഗമൊക്കെ നടത്തി അതിലൊരു BGM ഒക്കെ ഇട്ട് 2 വീഡിയോ ഇറക്ക്. അദ്ദേഹം എന്തിനാ ഓടുന്നത്? അദ്ദേഹമല്ലേ പറഞ്ഞ ഞാനൊന്നും ചെയ്തില്ല, അത് ചെയ്തില്ല. അപ്പൊ നട്ടിലും നിലപാടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ട് പോലീസ് എന്തിനാ ഒളിവിൽ പോകുന്നത്? എവിടെ അവന്റെ നട്ടൽ? എവിടെ ഈ MLA-യുടെ നിലപാട്? അതാ എനിക്ക് ഇന്ന് അറിയേണ്ടത്. നട്ടല്ലോ അതെന്തുട്ട സാധനം ചോദിക്കണ്ടാവും രാഹുലേട്ടായി. പിന്നെ ഈ ഓട്ടം അത് സത്യം ജയിപ്പിക്കാനുള്ള വാമപ്പാണ്. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. മുമ്പേ പറഞ്ഞതല്ലേ രാഹുലേട്ടായിക്ക് കുറെ കഴിവുണ്ട്, മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണെന്ന്. ഈ കഴിവൊക്കെ അതിൽ വെട്ടതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഫെനി നൈനാനെ പോലുള്ള ചങ്കുകൾക്കല്ലാണ്ട് ബാക്കി ആർക്കും രാഹുലേട്ടായിട്ട് ആ ഒരു കഴിവ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഈ ഒളിവ് കേന്ദ്രങ്ങളിലും ഒളിവ് താമസവും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളും അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? 2 ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്, തല ഉയർത്തിയാ നിൽക്കുന്നത്. പിന്നല്ല, മനുഷ്യത്വം മരവിച്ചു പോണ കാര്യങ്ങൾ കേട്ടിട്ടും നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കില്ലേ? ദണ്ട്ര ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി. പ്രയോഗിക്കല്ലേ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കല്ലേ. അതെ, ഒരു 2-3 ലോഡ് ബ്രഹ്മാസ്ത്രം ഇറക്കുമതി ചെയ്യാൻ വല്ല വഴിയുണ്ടാ? അല്ല, കഥ ഇവിടെയൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയായിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റൊരു യുവതി പരാതി നൽകി. സതീശേട്ടാ, നേരത്തെ പറഞ്ഞ അഭിമാനം തലയുയർത്തല് അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഹലോ, കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത് ഭാഗ്യം. തിരക്കാ അതുകൊണ്ടാ, അല്ലെങ്കിൽ മറുപടി പറഞ്ഞേനെ. എന്തായാലും രണ്ടാമത് വന്ന പരാതി അത് ആദ്യത്തേതിന് സമാനമായ രീതിയിൽ തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. എന്റെ പൊന്നീ, ഒന്നും പറയാനില്ല. പൊതുരംഗത്ത് മാത്രമല്ല, ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല. ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഗർഭം വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോ എന്റെ പാർട്ടി? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് രാഹുലിന്റെ ചങ്കും ചങ്കിട് പോയ ഫെനി നൈനാൻ എന്നാണ് പരാതിയിലുള്ളത്. എനിക്കറിയില്ല ആരാ ഫെന്നിയെന്നോ ഒന്നും എനിക്കറിയില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥിനെ നിങ്ങൾക്കറിയില്ലേ? വ്യാജ ID കാർഡ് കേസിലും നീലപ്പെട്ടി വിവാദത്തിലും സ്റ്റാറായ അതേ ഫെനി നൈനാൻ തന്നെയാണ് പുതിയ ബലാത്സംഗ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലങ്കയായി നിന്നത്. രാഹുലേട്ടായിക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. ആരൊക്കെ വന്നാലും പോയാലും മൂപ്പരുടെ തട്ട് താണെന്നിരിക്കും.
പിന്നല്ലാണ്ട് നാട് നീളെ രാഹുലേട്ടായി സ്ത്രീകളെ പീഡിപ്പിച്ച് നടന്ന കേസിൽ അകത്ത് പോവാൻ മൂപ്പർക്ക് ഒരു കൂട്ടുകാരുണ്ടായിരുന്നില്ലേ? രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന നിർത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യുമെന്ന്. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ദിവ്യപുരുഷനായ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആ പാപം ഇപ്പോഴും ജയിലിൽ നിരാഹാരമിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 ദിവസമായി മിനിഞ്ഞാന്ന് മുതൽ ആഹാരമില്ല, വെള്ളമില്ല. മെൻസ് കമ്മീഷന് വേണ്ടിയാണ് പോലീസുകാരെ കള്ളം പറഞ്ഞു. കെട്ടിയ പെണ്ണിനെയോ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നില്ല അവന്റെ ചിന്ത. അവൻ എന്താ പറഞ്ഞെന്നറിയോ? 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? രാഹുലിന്റെ കാടും മേടും താണ്ടിയുള്ള യാത്ര തുടരുകയാണ്. കൂട്ടുകാരന്റെ ജയിൽ ജീവിതം തുടരുകയാണ്. രാഹുലിനെതിരായ പരാതികളും തുടരുകയാണ്. എന്നിട്ടും രാഹുലിനോട് കടക്കുപുറത്ത് എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത KPCC നേതൃത്വമാണ് വിവാദങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെങ്കിലും മറുപടി പറയാൻ ഒന്ന് വാ തുറക്കുമോ നേതാക്കളെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.